ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളൊരു ജോലിയിൽ കയറി പച്ച പിടിക്കുന്നതിന് മുമ്പേ സുഖമില്ലാത്ത എന്നെ കൂടി അങ്ങോട്ട് കൊണ്ടുപോണോ? അവൾ അവളുടെ ജോലി സ്വൈര്യത്തോടെ ചെയ്യട്ടെ. അതെ, ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മ എന്റെ കൂടെ വന്നേ പറ്റുള്ളൂ. വേണ്ട വേണ്ട, വീണ് ചാവുകയാണെങ്കിൽ അത് ഇവിടെ കിടന്ന മതി. ഹലോ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മാഡം. അമ്മയുടെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ സംസാരിച്ചത് അത്ര ശരിയായില്ല. കുട്ടിയുടെ മാനസികാവസ്ഥ ഞാൻ ഓർത്തില്ല. അത് കുഴപ്പമില്ല. അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവിടെ ആരോ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അവരെ എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ട് രാവിലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചെത്തണം. അത് പറയാനായിട്ടാ വിളിച്ചത്. മാഡം, അത് ഒരു ജോലി ഏൽപ്പിക്കുമ്പോ അതിന് ചില രീതികളൊക്കെ ഉണ്ട്. ആരായാലും അത് പാലിക്കണം. രാവിലെ നേരത്തെ വരാൻ നോക്ക്. എന്താ പറഞ്ഞേ? അത് രാവിലെ തന്നെ അങ്ങോട്ട് തിരിച്ചെത്താൻ. അപ്പൊ പോയല്ലേ പറ്റൂ. ഞാനിനി പോണോടി. വേറൊരവസ്ഥയായിരുന്നെങ്കിൽ ഇത് ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞേന്. പക്ഷെ അമ്മയുടെ അവസ്ഥ ഭയങ്കര മോശോ. എന്തായാലും അമ്മയുടെ ചികിത്സ ഇനി താമസിപ്പിക്കാൻ പറ്റില്ല. അവരെന്തായാലും ഈ ജന്മം മുഴുവൻ നിന്നോട് അഭിനയിക്കാൻ പറയില്ലല്ലോ. കുറച്ചു ദിവസം കൂടിയല്ലേ കാണുള്ളൂ. അത് കഴിഞ്ഞാ നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാലോ. സഹിച്ചു നിൽക്കാനാ പാട്. ഓരോ തവണ അപമാനിക്കപ്പെടുമ്പോഴും അമ്മയുടെ മുഖം മനസ്സിൽ വരും. അങ്ങനെ ഞാൻ വീണ്ടും തലതാഴ്ത്തി പോകുന്ന. ഉണ്ണി, പോകുമ്പോ ഞാൻ അമ്മയും കൂട്ടി പോയാലോ എന്ന് വിചാരിക്കാം. ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ അവിടെയല്ലേ. അല്ലാതെ അമ്മ ഇവിടെ വന്ന് ചെക്കപ്പിനൊക്കെ കൂട്ടിക്കൊണ്ട് പോവാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അത് നല്ല കാര്യം. അമ്മയ്ക്ക് സമാധാനവും നിന്റെ അടുത്ത് നിൽക്കുമ്പോ. അമ്മ അതിന് സമ്മതിക്കോന്നാ. നീയും കൂടെ ഒന്ന് പറയണേ. ഞാൻ പറയാം. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞോണ്ടിരുന്ന ആളാ ഞാൻ. ആരും ചെയ്യാത്തൊരു ജോലി ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അത് തീരുമാനമായി. നന്ദേട്ടനെ സുമിത്രയുടെ വിവാഹ വാർഷികത്തിന് സിത്താരയും കാതയും വരുന്നുണ്ട്. അതിന് നിർമ്മലക്ക് എന്താ എത്ര സന്തോഷം? അവർ രണ്ടുപേരും നിനക്ക് കണ്ടുകൂടല്ലോ, പിന്നെന്താ? അമ്മയുടെ സ്വഭാവം അതാണച്ചാ. സിത്താരമ്മയടുത്തോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോ അമ്മ റൂട്ട് മാറ്റി കൂടെ നിൽക്കാൻ തീരുമാനിച്ചതായിരിക്കും. അച്ഛനും മോളും അക്കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. എടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോണമെങ്കിൽ നിർമ്മലയുടെ കഴുത്തറ്റു പോണം. സംഗതി ശരിയാ. അവളും അവളുടെ തള്ളെ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ. എന്നെ നിർമ്മല, നീ കാര്യം എന്താണെന്നൊന്ന് തെളിച്ചു പറ. അവര് വരുന്നോണ്ട് എന്താ പ്രത്യേകത? എന്റെ മോളെ ഞാൻ അണിയിച്ചൊരുക്കി ആ മണ്ഡപം വരെ കൊണ്ടുപോയത് എന്തിനാ? സിത്താരയുടെ വാക്ക് വിശ്വസിച്ചല്ലേ. നവീനും കീർത്തിയും തമ്മിലുള്ള വിവാഹം നടത്തരാന്ന് എന്നോട് സമ്മതിച്ചിട്ടല്ലേ. എന്നിട്ട് മുഹൂർത്തായപ്പോ അവളങ്ങ് കാലുമാറി. ആ കാലുമാറ്റത്തിനുള്ള ശിക്ഷ ദൈവം കൊടുത്തു. നിർമ്മല മനസ്സറിഞ്ഞ് പ്രാഗിയ തന്നെയാ മോൾക്ക് സംഭവിച്ച ആക്സിഡന്റ്. എന്നാൽ അവളങ്ങ് ചത്തുപോകാൻ പ്രാർത്ഥിക്കായിരുന്നില്ലേ അമ്മയ്ക്ക്? അതോടെ തീരുമായിരുന്നല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. ചത്തില്ല, പക്ഷെ കൊല്ലാൻ കഴിവുള്ളവർക്ക് കൊല്ലാം. എന്തൊക്കെയാ നിർമ്മല നീ പറയുന്നത്? കൊല്ലാനോ? ഒരിക്കൽ കൊല്ലാൻ നോക്കിയ എന്റെ അനുഭവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് ഷോക്കടിച്ച് കിളി പോയതെന്ന് ഞാൻ ഇതുവരെ ഓക്കെ ആയിട്ടില്ല. നീ എന്നെ ഇനിയും കൊലയ്ക്ക് കൊടുക്കൂ? വെറുതെ ഒന്നും ഒരു കാര്യവും നടക്കില്ല. കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും. നമ്മുടെ മോളെ അപമാനിച്ചവള് അവളുടെ മോളെയും കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ. അവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവളുടെ മകൾക്കുള്ള പണി ഞാൻ കൊടുക്കും. 8ന്റെ പണി. അതിനുള്ള പ്ലാനൊക്കെ റെഡിയാ. ഉള്ള കാര്യം പറയാലോ, ഇതുവരെ ചെയ്ത പ്ലാനുകളൊക്കെ സോപ്പ് കുമ്പള പൊട്ടും പോലെ പൊട്ടി. എന്റെ പൊന്നു നിർമ്മല, ഒന്നും ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചെയ്ത അത് തലയ്ക്കുള്ള അടിയായിട്ട് ചെയ്യും. എന്നോട് വേഷം കെട്ടാനൊന്നും പറയല്ലേ അമ്മ. ഞാൻ ചെയ്യില്ല. ഒരാളും ഒരു വേഷവും കെട്ടണ്ട. എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്.
നിർമ്മല ചാകുമ്പോഴേ നിർമ്മലയുടെ മനസ്സിൽ പക തീരൂ. നിങ്ങൾ നോക്കിക്കോ, നാളെ ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നേന്ന്. ആ ഇതെവിടായിരുന്നു രണ്ടുപേരും കൂടി? ആ, ഞങ്ങൾ അപ്പുറത്തിരുന്ന് സംസാരിക്കായിരുന്നു. എന്റെ കാര്യം തന്നെയല്ലേ, അല്ലാതെ വേറെന്താ ഇത്ര സംസാരിക്കാൻ? അമ്മയുടെ കാര്യം തന്നെയാ. ഇനിയിപ്പോ 2-3 ചെക്കപ്പ് വരും. അടുപ്പിച്ചടുപ്പിച്ച് ഡോക്ടർമാരെ കാണേണ്ടി വരും. കൃഷ്ണയ്ക്ക് എപ്പോഴും ഓടി വരാനും അമ്മയെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഞാൻ അവളോട് പറഞ്ഞു പോകുമ്പോ അമ്മയെ കൂടെ കൊണ്ടുപോവാൻ. അത് നീയാണോ തീരുമാനിക്കുന്നേ? അവളൊരു ജോലിയിൽ കയറി പച്ച പിടിക്കുന്നതിന് മുമ്പേ സുഖമില്ലാത്ത എന്നെ കൂടി അങ്ങോട്ട് കൊണ്ടുപോണോ? അവൾ അവളുടെ ജോലി സ്വൈര്യത്തോടെ ചെയ്യട്ടെ. അതെ, ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മ എന്റെ കൂടെ വന്നേ പറ്റുള്ളൂ. വേണ്ട വേണ്ട, വീണ് ചാവുകയാണെങ്കിൽ അത് ഇവിടെ കിടന്ന മതി. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ചു പോകുന്നില്ല. മോളെ, ആ ഞാനും പോകുന്നില്ല. അമ്മയ്ക്ക് പോണ്ടാത്ത സിറ്റിയിലേക്ക് ഞാനും പോകുന്നില്ല. ആ പണി ഞാനങ്ങ് വിട്ടേക്കാം. പണ്ടത്തെ പോലെ ഇവിടെ ചകിരി പിടിക്കലും വള്ളം തൊഴിലൊക്കെ ഉണ്ടല്ലോ. ദേ ഒറ്റ അടിയങ്ങ് തന്നാലുണ്ടല്ലോ. കാത്തിരുന്നൊരു ജോലി കിട്ടിയിട്ട് അതും കളഞ്ഞിട്ട് ഈ വെള്ളക്കെട്ടി വന്ന് കിടക്കണോ നിനക്ക്? ഞാൻ വന്നാലേ പോകുന്നുള്ളൂന്നുണ്ടെങ്കിൽ ഞാൻ കൂടി വരാം. അതിന്റെ പേരിലെ ജോലിയൊന്നും കളയണ്ട. അത്രേ ഉള്ളൂ. അത് അമ്മ അങ്ങ് സമ്മതിച്ച പ്രശ്നം തീർന്നില്ലേ? മതി മതി, മാറിയിരുന്ന് രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ടേ ഒന്നും അറിയാത്ത പോലെ എന്റെ മുമ്പിൽ വന്നങ്ങ് നിൽക്കുക. എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? അവിടെ ജോലി കഴിഞ്ഞു വരുമ്പോ എനിക്ക് അമ്മയുടെ കൂടെ ഇരിക്കാം. ആശുപത്രി പോകുമ്പോ കൂടെ വരാം. ഓപ്പറേഷൻ കഴിഞ്ഞാലും പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ നിൽക്കണ്ട കേട്ടോ. കൃഷ്ണയുടെ കൂടെ തന്നെ അങ്ങ് നിന്നോ. എന്താടി, ഞാനിങ്ങോട്ട് തിരിച്ചു വരുന്നതില് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. അമ്മ തിരിച്ചു വന്നാലേ എന്റെ മഹാറാണി പട്ടം പോയാലോ? കൃഷ്ണേ, നീ അവിടെ ഒരു വീടെടുത്ത് അമ്മയെ കൂടെ തന്നെ നിർത്തിക്കും. അത് വീടെടുക്കുമ്പോഴല്ലേ. ഇപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ എവിടെ തങ്ങും മോളെ? അതിനൊക്കെ അവിടെ ആൾക്കാരുണ്ടമ്മേ. അപ്പോ നമ്മൾ തീരുമാനിച്ചേ. ഇനി കുറച്ചു കഴിയുമ്പോ വാക്കു മാറ്റി പറയരുത്. നീ പൊടി.